ഹലോ ഫ്രണ്ട്സ്, അഷീസ് കാസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഏത് വീഡിയോ ആണ് ചെയ്യുന്നതെന്ന് ഇതുവരെ നിലവിൽ തീരുമാനമായിട്ടില്ല. ഇപ്പോൾ നിലവിൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ അഞ്ചുരുളി തുരങ്കം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിനൊരു മറുവശം കൂടിയുണ്ട്. ആ ഒരു വശം നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഇന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ വീഡിയോ എത്രത്തോളം വിജയകരമായിരിക്കും എന്ന് പറയാൻ പറ്റിയില്ല. കാരണം അവിടേക്ക് എത്തിപ്പെടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവിടെ വെള്ളം കയറി നമുക്കങ്ങോട്ട് എത്തിപ്പെടാനൊരു സാഹചര്യം ഇല്ലെന്നാണ് ഒരുപാട് പേര് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ടുള്ള യാത്രകൾ വീഡിയോസിലൂടെ കാണാം. പക്ഷേ അതിനു മുമ്പ് ഞാൻ ഇന്നീ നിൽക്കുന്നത് ഒരു പൈൻ വാലിയിലാണ്. വളരെ മനോഹരമായൊരു സ്ഥലമാണ് ഇത്. നിങ്ങൾ കാണുന്നവർക്ക് തോന്നും ഞാനേതോ വാഗമണ്ണ് അല്ലെങ്കിൽ അതുപോലെ ഏതോ ഒരു സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. കുട്ടിക്കാനം ആ ഏരിയസിലൊക്കെയാണ് നമ്മളിതുപോലെ ഒരുപാട് പൈൻ മരങ്ങൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത്, അതായത് നമ്മുടെ സ്വന്തം നെടുങ്കണ്ടത്ത് ഉള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ നെടുങ്കണ്ടത്ത് നിന്ന് പാമ്പാടുംപാറയ്ക്ക് പോകുന്ന വഴിക്ക് ചേമ്പളം, അവിടെ ഒരു പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണിത്. ഈ ഒരു സ്ഥലം ഒരുപാട് പേരും കാണാൻ സാധ്യതയില്ല. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇന്നിപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴാണ് ജസ്റ്റ് യാത്ര ചെയ്ത് പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ കയറുന്നത്, ഇതിൻ്റെ മനോഹാരിത ആസ്വദിക്കാൻ പറ്റുന്നത് ഇപ്പോഴാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ഈ ഏരിയാസിൽ അടുത്തുള്ളവർ ഫോട്ടോഷൂട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരാം. അത്രയ്ക്ക് നല്ല സുന്ദരമായ ഒരു പ്രദേശമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, കഴിയുന്നവരെല്ലാം വരിക, വന്ന് ഈ സ്ഥലമൊക്കെ ഒന്ന് കാണുക. അപ്പോൾ നമ്മുടെ കൂടുതൽ വിശേഷങ്ങൾ വീഡിയോ കാണാം. ഫ്രണ്ട്സ്, ഇതാ ഈ നമ്മുടെ കഴിഞ്ഞ പ്രളയത്തിന് മഴ വെള്ളത്തോടൊപ്പം ഒലിച്ചു വന്ന കല്ലുകളാണ് ഈ കൂട്ടിയിട്ടിരിക്കുന്നത്. ഈ കല്ലുകൾ ഇതിന് തൊട്ട് മേളിൽ നിന്ന് തന്നെ ഒലിച്ചു വന്നതാണ്. അതായത് നമ്മുടെ ഈ തുരങ്കം നിർമ്മിക്കുന്ന ആ സമയത്ത് ഉള്ളിൽ നിന്ന് പുറത്തെടുത്ത കല്ലുകളാണ് ഈ കിടക്കുന്നത്. ഇവിടെ എന്താ പറയുക, നല്ല അടിപൊളി വ്യൂസാണ്, നല്ല ഒരു ലുക്കാണ് കാണാനുള്ളത്. നമ്മുടെ കൂടെ നമ്മൾ ഈ സ്ഥലം കാണിക്കാൻ വന്ന ആളാണ് ഈ നിൽക്കുന്നത്. പുള്ളിക്കാരൻ്റെ പേര് അനിലെന്നാണ്. അപ്പം അനിലേട്ടനാണ് ഞങ്ങൾ ഈ സ്ഥലം പണിയാൻ കൊണ്ടുവന്നത്. അപ്പോൾ ഇതാ കണ്ടോ, നമ്മുടെ മല ഒരന്ന് കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ ടണൽ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിങ്ങനെ എത്തിയിരിക്കുകയാണ്. പക്ഷേ അങ്ങോട്ട് കയറാനായിട്ട് ഒരു രക്ഷയുമില്ല. നല്ല വെള്ളം ഒഴുക്കാണ് ഇവിടെ ഉള്ളത്. സംഭവം എന്താണെന്ന് വെച്ചാൽ അഞ്ചുരുളിയുടെ ഓപ്പോസിറ്റ് സൈഡായ ഒരു ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ടണൽ നമ്മുടെ പാറ തുരന്ന് നിർമ്മിച്ചിരിക്കുന്ന ടണലാണ്. 1970-80 കാലഘട്ടങ്ങളിലാണ് ഇതിൻ്റെ നിർമ്മാണം. നമ്മൾ ഈ നിർമ്മാണത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ, നിർമ്മാണത്തെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല, ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ഒരു ഫോട്ടോഗ്രാഫറുടെ, നമ്മുടെ ദിവാകരൻ ചേട്ടൻ്റെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന് ഇതുപോലെ കോൺട്രാക്റ്റ് എടുത്ത ആൾ അദ്ദേഹത്തിന് നമ്മുടെ ഈ ടണലിൻ്റെ ഓരോ പ്രോസസ്സ് നടക്കുന്നത് ഫോട്ടോ എടുക്കാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ വന്നത്. പക്ഷേ നമ്മളോട് കയറാൻ പറ്റാത്ത ഒരവസ്ഥ ഇപ്പോൾ ഉള്ളത്. ഒരു രക്ഷയില്ല, നല്ല ഒഴുക്ക, എന്താ പറയുക, നല്ല പായലാണ്, അങ്ങോട്ട് തെന്നലാണ്, കയറാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ ഉള്ളത്. അപ്പോൾ തൽക്കാലം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഇതിൻ്റെ പുറത്ത് നിന്ന് ഈ പുറം കാഴ്ചകൾ കാണിച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാൻ മാത്രമേ ഇപ്പോൾ നിർവാഹമുള്ളൂ. ഉള്ളിലേക്ക് കയറാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു കാഴ്ചകളൊക്കെ നിങ്ങളെ എന്തായാലും കാണിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ടണലിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് ചേട്ടൻ്റെ ഓർമ്മയിലുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയാം. വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല, എങ്കിലും അറിയാവുന്ന ഞാൻ പറയാം. ഇതിൻ്റെ ഓപ്പണായ സമയം എപ്പോഴാണെന്ന് അറിയത്തില്ല. എങ്കിലും ഞാൻ വരുമ്പോൾ ഇവിടെ ഈ വഴി വെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കാണുന്നത്. ഈ താഴോട്ടുള്ളൊരു ചെറിയ വഴി വെട്ടുകയാണ്. അതെന്തിനാണെന്നോ എന്നാത്തിനാണെന്നോ ഞങ്ങൾക്ക് അന്ന് അതിനുള്ള തിരിച്ചറിവ് അറിവൊന്നുമില്ല. ഇവിടെ വന്ന് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിന് ഈ ടണലിൻ്റെ ഭാഗത്തോട്ടുള്ള
തെളിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം പറഞ്ഞു ഈ കല്ല് പൊട്ടിച്ച് ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ നടക്കുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾ കണ്ടിട്ടുമില്ല, നമുക്കങ്ങനെ ചിന്തിക്കാനും പറ്റത്തില്ല അതൊരു കാര്യം. ഈ കല്ല് തുളച്ച് ഇങ്ങനെ വെള്ളം കൊണ്ടുവരുമെന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളും അറിയത്തില്ല. പിന്നെ റോഡ് വെട്ടി കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നു, ലോറിക്കൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ കൊണ്ടുവന്ന് ഇറക്കി. ഇത് ആദ്യത്തേക്ക് വെടി പൊട്ടിയപ്പം ആ കല്ലൊക്കെ ഊർന്ന് കിടക്കുന്നതൊക്കെ കണ്ടു. പിന്നെ ഇത് കുറച്ച് ഇങ്ങനെ ആയി. അത് കാഴ്ച നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ചകളായിരുന്നു ഇന്നത്തെ കാലം. അത് പിന്നെ ഈ ലോക്കോ എന്ന് പറഞ്ഞൊരു ലോക്കോ എന്ന് പറയുമ്പം ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, അവർ പറഞ്ഞു കേട്ടതല്ലാതെ ഞങ്ങൾക്ക്. പിന്നെ അതിൻ്റെ ട്രക്ക് പുറകിൽ ഈ പാളമാണ്, ട്രെയിൽ പാളം പോലെ, അതിൻ്റെ പുറകിൽ കൊളുത്തിയിട്ട് ഈ ട്രക്ക് തള്ളിക്കൊണ്ട് വരികയാണ്. ഈ കല്ല് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു 4-5 പേര് കാണും. ഇതേ തന്നെ വെച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ട് ഇതിൻ്റെ അടിയിൽ കൂടി പാള വിട്ട് ഇത് മറിക്കുകയാണ്. അങ്ങനെ മറിച്ച് ഇതിൻ്റെ ഒരു 150 അടി പൊക്കം ഉണ്ടായിരുന്നു നമ്മളെ ഇതിൽ ഇറങ്ങി വരുന്നത്. ഇവിടെ അവിടുന്ന് പലരും താഴോട്ട് പോയിട്ടുണ്ട്, കൈയും കാലും ഒക്കെ ഒടിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അവരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതിൽ പണിത ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ, ഈ നാട്ടിലുണ്ട്, ഉണ്ട്, തന്നെയുണ്ട്. അതിനുള്ള ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്, കാണാനും കേൾക്കാനും ഒക്കെ വരുന്നുണ്ട്. വേനൽക്കാലത്തൊക്കെ വരുന്നുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ വന്ന് സിനിമ പിടിക്കാനും ഒക്കെ ആൾക്കാർ വരുന്നുണ്ട്. ഇങ്ങോട്ട് അതിനുള്ള ആരും അങ്ങനെ മുൻകൈ എടുക്കുന്നില്ല. അതിനുള്ള സാധ്യത ഉള്ളതാണ്. അങ്ങനെ ആൾക്കാർ ഒക്കെ വരുന്നുണ്ട്, കാഴ്ചക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അറിയാവുന്നവർക്ക്, അല്ല പുറത്തുനിന്ന് അങ്ങനെ ആരും വരുന്നില്ല. അല്ല വലിയ ആവശ്യം, വല്ല കല്യാണ കേസോ അല്ല മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ വരുമ്പോൾ അങ്ങനെ വരും. ഞങ്ങൾക്ക് ഒരു 3-4 വർഷം മുമ്പ് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 5 വർഷമായി. അന്ന് ഞങ്ങളതിന് മുമ്പ് പഞ്ചായത്തിൽ ആവശ്യപ്പെട്ട് അങ്ങനെയാണ് ആ പാലം ഉണ്ടാക്കിയിട്ട്. നേരത്തെ അവർ ടണലിൽ പണിയാനായിട്ട് വേണ്ടിയിട്ട് അവർ തടിയുടെ പലകയായിരുന്നു മണ്ടയ്ക്ക് നിരത്തിയിരുന്നത്. എപ്പോഴാണ് ഞങ്ങൾ ആവശ്യപ്പെട്ട് പിന്നെ അതിൻ്റെ മണ്ടയ്ക്ക് ആ സ്ലാവ് വാർത്തിട്ടിരിക്കുന്നത് വണ്ടി വരാറുള്ളത്. നേരത്തെ ഞങ്ങളെല്ലാവരും കൂടെ കൂടി പലക പോയതിന് ശേഷം തടിയൊക്കെ പറക്കിയിടുക എന്ന് പറഞ്ഞാൽ വെട്ടിക്കൊണ്ട് വന്നിട്ട് മണ്ടയ്ക്ക് ഇട്ടിട്ട് അത് 1 വർഷം പോലും കിടക്കുകയില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞ് ലാസ്റ്റ് പഞ്ചായത്തിൽ നിന്ന് ഉണ്ടാക്കി കിട്ടുക. ഒരുപാട് അത് വർഷങ്ങളോളം, ഒത്തിരി വർഷങ്ങളോളം. ഇപ്പം പാലമൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ആൾക്കാരൊക്കെ വരുന്നുണ്ട്. നേരത്തെ വരാനൊരു സൗകര്യം ഇല്ലായിരുന്നു, അതേ കൂടെ ചാടിക്കിടന്നാണ് വരുന്നത്. അത് ഇങ്ങനൊരു സംഭവം വന്നിട്ടില്ല. ഇപ്പം അങ്ങനെ നമുക്ക് അതെ, അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട് ഇവിടെ. പക്ഷേ അതിനാരും ഇങ്ങനെ മുൻകൈ എടുക്കുക, മുന്നോട്ട് വരിക ആരുമില്ല. ഇവിടെയുള്ളവർ ആവശ്യപ്പെടുന്നുമില്ല, അതുകൊണ്ടായിരിക്കും. ഭയങ്കര പിന്നെ നമ്മളിപ്പം കണ്ട ആ പാലത്തെ തന്നെ മുട്ടിയെന്ന് പറഞ്ഞ പോലെ വെള്ളം വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു പാറ വന്ന് അതിൻ്റെ വാതിൽ അടഞ്ഞിരിക്കുകയാണ് ഒരു സൈഡിൽ കൂടെ. ആ സൈഡെല്ലാം പോയിരിക്കുന്നത് അങ്ങനെയാണ്. കഴിഞ്ഞ മുമ്പത്തെ വർഷത്തെ വലിയ വെള്ളം വന്നില്ല. ആ മഴവെള്ളപ്പാച്ചിൽ ഉണ്ടായതാണ്. മണ്ടയെല്ലാം അവിടെ ഊർന്ന് വന്ന് സൈഡിലോട്ട് ചെന്നിട്ട് ഇത് 2 വർഷത്തോളം ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വേനൽക്കാലത്താണ് അതിൻ്റെ 25 ലക്ഷം രൂപ എങ്ങോട്ടായി അത് പൊട്ടിച്ച് മാറ്റിയത്. അത് ആ സൈഡിൽ കൂട്ടി വെച്ചിരിക്കുന്നത്. മരവും ഇതെല്ലാം കൂടെ ഊർന്ന് വന്ന് ചാടിയതാണ്. അത് ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഗ്യാസ് കൊണ്ടല്ലേ, ഏതാണ്ട് ഒരു എയർ കൊണ്ടാണല്ലോ ഇത് തുളയ്ക്കുകയും അതുപോലുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി പറഞ്ഞാൽ അത് അത്ര എല്ലാ സാധനങ്ങളും വന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന പോലെ ഇപ്പം JCB കിറ്റാച്ചി ആ സാധനത്തെ മറ്റേ സാധനം വർക്ക് ചെയ്തത്. ഈ ലോക്കോ എന്ന് പറയുന്നത് ഈ ട്രക്ക് പുറകെ കിടക്കുന്ന ഒരു 5 എണ്ണം വരെയുണ്ട്. 10 എണ്ണം അവർ കൊണ്ടുവന്നത്. അതിൽ 5 എണ്ണം മാറ്റിയിട്ടിട്ട് ഇത് കൊണ്ടവിടെ കൊടുത്തിട്ട് അടുത്ത് കൊണ്ടുവരികയാണ്. അങ്ങനെ അവർ ചെയ്യുന്നു. അതിൻ്റെ അകത്ത് ഈ പാളം തിരിച്ചു വിടാനുള്ള ട്രെയിൻ മാറിപ്പോകുന്നില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയുള്ള സൗകര്യം അതിൻ്റെ അകത്തുമുണ്ട്, പുറത്തുമുണ്ട്. ഇതങ്ങോട്ടും കൊണ്ട് ഇട്ട് കഴിയുമ്പോഴത്തേന് ഓരോന്നോരോന്ന് മാറ്റി ഈ കല്ല് കോരിനെ നിറച്ച് കഴിയുമ്പോൾ തിരിച്ച്
പിന്നെ ഇതിങ്ങോട്ട് തള്ളി തന്നെ വിടും. എന്നിട്ട് ഇതിൻ്റെ പുറകെ തള്ളിക്കൊണ്ട് ഈ ലോക്ക് തള്ളിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത് പരിപാടി. എനിക്കന്ന് ഒരു 15 വയസ്സിലൊക്കെ താഴെ കാണുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അതൊരു അപൂർണതയിലാണ് നിർത്തുന്നത്. നമുക്കവിടെ എത്തിപ്പെടാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്ന് കൃത്യമായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. ഒന്നാമത്തെ കാര്യം അവിടെ വെള്ളമായിരുന്നു. പിന്നെ അവിടുത്തെ യാത്ര ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്. എന്തായാലും കഴിയാവുന്ന രീതിയിലൊക്കെ നമ്മളിത് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇതൊന്നും അല്ലായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇതിന് നന്നായിട്ട് ചെയ്യണമെന്നായിരുന്നു. എന്തായാലും ആ ഒരു പ്രദേശം ടൂറിസത്തിന് അനന്ത സാധ്യതകൾ നൽകുന്ന ഒരു സ്ഥലമാണ്. വരും കാലങ്ങളിൽ അങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു വിശ്വാസത്തോടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. വരും വീഡിയോസിൽ അതൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഈ ഒരു സാഹചര്യം ഉണ്ടായതിൽ തീർത്തും ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും വീണ്ടും ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. Till then, this is Ashik signing off.